ഹലോ ഗൈസ്, അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മുടെ പുതിയ വീഡിയോ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഹൈടെക് കോഴയെക്കുറിച്ചാണ്. ഹൈടെക്കായിട്ട് എങ്ങനെ കോഴ മേടിക്കാം. ഒരു രാഷ്ട്രീയക്കാരനാണെങ്കിലോ ഒരു അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ആൾക്കാണെങ്കിലോ എങ്ങനെ ഹൈടെക്കായിട്ട് കോഴ വാങ്ങാം, സാധാരണക്കാരന് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മൾ ഇന്നത് അവതരിപ്പിക്കാൻ പോകുന്നത്. അപ്പോൾ വേറെ ഒന്നുമല്ല, ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങളിപ്പോൾ എടുത്താൽ മതി, ഇപ്പോൾ ഒരു അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ഒരു വ്യക്തി, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഒരു മിനിസ്റ്റർ എടുത്തോളൂ. അപ്പോൾ അദ്ദേഹത്തിന് ഒരു കമ്പനിയിൽ നിന്ന് 1,00,000 രൂപ കൈക്കൂലി വാങ്ങണം, അതായത് കോഴ വാങ്ങണം. അപ്പോൾ അദ്ദേഹം അധികാരമുണ്ട്, അദ്ദേഹം അധികാരത്തിൽ നിന്ന് അടഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹം 1,00,000 രൂപ കൊടുക്കാൻ സമ്മതിക്കുന്നു. അപ്പോൾ ഈ 1,00,000 രൂപ കൊടുക്കാൻ സമ്മതിക്കുമ്പോൾ തന്നെ അതിനൊരു കണക്ക് വേണമല്ലോ. ഇല്ലെങ്കിൽ മറ്റ് എന്തെങ്കിലും രീതിയിലേക്ക് അത് വെളിയിൽ വന്നു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെട്ടേക്കാം. എന്നുള്ളത് കൊണ്ട് തന്നെ ഈ അധികാര കേന്ദ്രങ്ങളിലിരിക്കുന്ന ആൾക്കാർക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു മകനോ മകളോ ഭാര്യയോ ആരുടെയും പേരിൽ ഒരു കമ്പനി തുടങ്ങുക, ഒരു സേവനത്തിൻ്റെ പേരിലോ എന്തെങ്കിലും. ആ ഒരു സേവനത്തിൻ്റെ പേരിൽ തുടങ്ങുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. കാരണം സേവനത്തിൻ്റെ പേരിൽ ഒരു ബില്ല്, GST ഇട്ടൊരു ബില്ല് കൊടുത്തു കഴിഞ്ഞാൽ കമ്പനി തുടങ്ങുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ അനുബന്ധ രേഖകളുണ്ടാവും. അപ്പം അതിൻ്റെ പേരിൽ തന്നെ ഒരു ബില്ലിട്ട് നേരെ അങ്ങോട്ട് ഈ കൈക്കൂലി ആരാണോ തരാൻ ഉദ്ദേശിക്കുന്നത്, കോഴ ആരാണോ തരാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ 1,00,000 രൂപയാണെങ്കിൽ 1,18,000 കൊടുക്കുക, 18% 1,00,000 ടാക്സ്. അപ്പം സർക്കാരിനുള്ളത് കിട്ടുകയും ചെയ്തു. ഈ മിനിസ്റ്റർക്കുള്ള ഈ കൈക്കൂലി കോഴ എന്ന് പറയുന്ന സാധനം കിട്ടുകയും ചെയ്തു. അപ്പം തെളിവായി മകൻ്റെയോ മകളുടെയോ ഭാര്യയുടെ പേരിൽ അവർ കൊടുത്ത സേവനത്തിന് എന്താ ചെയ്യുന്നത്, 1,00,000 രൂപ കൈപ്പറ്റി. അപ്പം ആ കൈപ്പറ്റിയതിന് രേഖയുണ്ട്. അപ്പം അതിൽ നിന്ന് 9% കേരള സർക്കാരിന്, 9% ഈ പറഞ്ഞ പോലെ സെൻട്രൽ ഗവൺമെൻറ്റിലും ടാക്സ് ആയിട്ട് പോകുന്നുണ്ട്. ടോട്ടൽ 1,18,000 രൂപ വാങ്ങിക്കുന്നു. അപ്പം എന്തായാലും ഇങ്ങനെ ഒരു ഹൈടെക് ആയിട്ടുള്ള രീതിയിലേക്ക് നമ്മുടെ കേരളത്തിലല്ലായാലും ഇന്ത്യയിൽ പലയിടത്തും പല പൊളിറ്റിക്കലിൽപ്പെട്ട ആൾക്കാർക്കോ ഈ പറഞ്ഞ പോലെ പോലീസിനോ പട്ടാളത്തിന് പറ്റില്ല, ഈ പോലീസിനോ ഈ പറയുന്ന അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്ന പല ആൾക്കാർക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം ഉദാഹരണം നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും, ഞാൻ ഇനി അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല. അപ്പം ഇതിനൊക്കെ തെളിവായിട്ട് ഇങ്ങനൊരു ബില്ല് കൊടുത്താൽ ഈ പറയണ പോലെ ഹൈടെക്കായിട്ട് കോഴ മേടിക്കാം. അപ്പം നമ്മുടെ നാട്ടിൽ തന്നെ പല ആൾക്കാരും അങ്ങനെ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞു. ഉദാഹരണത്തിന് പല ആൾക്കാരും, ഞാനിത് പറയുന്നില്ല, അവരിത് അംഗീകരിക്കുന്നുമില്ല. എങ്കിൽ പോലും നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി ആരാണെന്ന്. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഹൈടെക് വീഡിയോയെ പറ്റി നിങ്ങൾ